മതനിരപേക്ഷതയെ ഒറ്റുകൊടുത്ത് ജീവിക്കുന്ന ഒരാളുടെ ആക്ഷേപം കേവലം വാക്കുകൾ മാത്രമാണ്. അത് അവജ്ഞതയോടുകൂടി തള്ളിക്കളയും സാംസ്കാരിക കേരളമെന്നും വിദ്യാർത്ഥികളുമെന്നും ഞങ്ങൾക്ക് ഉറപ്പാണ്. UDF കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് UDF കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം എങ്ങനെയാണ് നടന്നിരുന്നത്? തെരുവിലൂടെ 10 പട്ടാളക്കാരില്ലാതെ കൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കേരളത്തിൽ. കേരളം പോലുള്ളൊരു സ്ഥലത്ത് അബ്ദുറബിൻ്റെ പ്രസ്താവനകൾ എന്തെങ്ങനെയാണ് നമ്മൾ കണ്ടതാണ്. മുണ്ട് മടക്കി കൊടുത്തി അടിവസ്ത്രം. ഇപ്പോൾ ഇവരൊക്കെ നടക്കുന്നത് ഇപ്പോൾ അടിവസ്ത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ അത്യന്തം അധിക്ഷേപപരമായ ഒരു പരാമർശമാണ് ഇന്ന് VD സതീശൻ നടത്തിയിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ SFI സംസ്ഥാന നേതാക്കൾ ചേരുന്നുണ്ട്. സംഘപരിവാറിനെതിരെ നാട്ടിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടി നിയമം പോലുള്ളൊരു മണ്ഡലത്തിൽ വിജയിച്ചു വന്ന വി ശിവൻകുട്ടിയും പറവൂരിൽ RSSൻ്റെ വോട്ടില്ലാതെ ജയിക്കാൻ കഴിയില്ല എന്നുറപ്പുള്ള, അത് ആരെക്കാട്ടും നല്ല ഉറപ്പ് VD സതീശനാണ്, ആ ഉറപ്പുള്ള മതനിരപേക്ഷതയെ ഒറ്റുകൊടുത്ത് ജീവിക്കുന്ന ഒരാളുടെ ആക്ഷേപം കേവലം വാക്കുകൾ മാത്രമാണ്. അത് അവജ്ഞതയോടുകൂടി തള്ളിക്കളയും സാംസ്കാരിക കേരളമെന്നും വിദ്യാർത്ഥികളുമെന്നും ഞങ്ങൾക്ക് ഉറപ്പാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കോഴകളും സമരങ്ങളും നടന്നിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു UDF കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് UDF കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം എങ്ങനെയാണ് നടന്നിരുന്നത്? തെരുവിലൂടെ 10 പട്ടാളക്കാരില്ലാതെ കൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കേരളത്തിൽ. കേരളം പോലുള്ളൊരു സ്ഥലത്ത് അബ്ദുറബിൻ്റെ പ്രസ്താവനകൾ എന്തെങ്ങനെയാണ് നമ്മൾ കണ്ടതാണ്. വിദ്യാഭ്യാസ മേഖല ഈ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ മേഖലകളും വകുപ്പുകളും അഴിമതിയിലാണെന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. ഞങ്ങൾ പറയുന്നതിനെക്കാട്ടും ശക്തമായി കൂടി പറഞ്ഞിരുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അന്ന് നടന്നൊരു ആ സമരത്തെ ഈ നിലയിൽ അവഹേളിച്ച് അതിനെ ഏതെങ്കിലും വിധത്തിലൊരു വ്യക്തി അധിക്ഷേപത്തിന്, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, മുണ്ട് മടക്കി കൊടുത്തി അടിവസ്ത്രം. ഇപ്പോൾ ഇവരൊക്കെ നടക്കുന്നത് ഇപ്പോൾ അടിവസ്ത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണെന്ന് തോന്നുന്നു. ഇദ്ദേഹം യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പറയണം. കോൺഗ്രസിൻ്റെ ഇന്നത്തെ കാലത്തെ ഒരു പുതിയ കാലത്തെ പ്രവർത്തനമാണ് അത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം എഫക്റ്റ് എന്നൊക്കെ പറയും, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ അധിക്ഷേപം അതിൻ്റെയൊക്കെ ബാക്കി പത്രം ഇപ്പോഴും VD സതീശനിൽ തികട്ടി വരുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ നിലയിൽ അത് തള്ളിക്കളയുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഗൗരവമുള്ള ഏത് രാഷ്ട്രീയ വിഷയത്തെയാണ് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? കോടതിയിൽ കേസുമായി പോയി അവിടെ പരാജയപ്പെട്ടു, നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പോകും, അവിടെ പരാജയപ്പെടും. ജനങ്ങൾക്കിടയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കും, ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന നിലപാടിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് വരും. അദ്ദേഹം ഇപ്പോൾ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ആക്രമിക്കാൻ ഒരു കാരണമുണ്ട്, അത് ജനങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ഇപ്പോൾ ശ്രീ വി ശിവൻകുട്ടി ആക്രമിക്കുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണ്. അതെന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കാരണം കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനമാണ്. ആ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനം സമഗ്രമായി നടപ്പിലാക്കിയൊരു ഗവൺമെൻറ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ജനങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. ആ 10 വർഷത്തിന് മുമ്പുള്ള സ്ഥിതി എന്തായിരുന്നു കേരളത്തിൽ? ആ സ്ഥിതി എന്തായിരുന്നു കേരളത്തിൽ എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലൊരു ചർച്ച ഉണ്ടാവാതിരിക്കണം എന്നതാണ് VD സതീശ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയോടുകൂടിയാണ് ഇത്തരത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SFI നേതാക്കളോടൊപ്പം പറയും. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ തിരുവനന്തപുരം.